നമസ്തേ. ഒരു യുദ്ധത്തിൽ ജയിക്കാൻ വെറും ശക്തി മതിയോ? അല്ല. വലിയ സൈന്യമുണ്ടായാലും വലിയ സമ്പത്തുണ്ടായാലും വലിയ പദവിയുണ്ടായാലും ശരിയായ നേതൃത്വമില്ലെങ്കിൽ തോൽവി ഉറപ്പാണ്. ഇന്നത്തെ ഭഗവത്ഗീത ശ്ലോകത്തിൽ ദുര്യോധനൻ ഒരു അത്ഭുതകരമായ കാര്യം ചെയ്യുന്നു. തന്റെ സൈന്യത്തിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളെ പരിചയപ്പെടുത്താൻ പോകുന്നു. പക്ഷെ എന്തിനാണ്? ദുര്യോധനന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉള്ളിലൊരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു? ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് വിജയത്തിന് ശക്തിയേക്കാൾ നേതൃത്വമാണ് പ്രധാനം. ഇന്ന് നമുക്ക് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 7 ആഴത്തിൽ പഠിക്കാം. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സഞ്ചാർത്തം താൻ ബ്രവീമി തേ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. ഹേ ബ്രാഹ്മണശ്രേഷ്ഠനായ ആചാര്യ, നായക മമ സൈന്യസ്യ, എന്റെ സൈന്യത്തിലെ പ്രധാന നായകരെ താങ്കൾ അറിയുക. സഞ്ചാർത്തം താൻ ബ്രവീമി തേ, അവരെ ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്താം. ഇതുവരെ ദുര്യോധനൻ പാണ്ഡവരുടെ ശക്തിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ തന്റെ സൈന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. കാരണം മനുഷ്യ മനസ്സിന്റെ ഒരു സ്വഭാവമാണിത്. മറ്റുള്ളവരുടെ ശക്തി കണ്ടാൽ സ്വന്തം ശക്തി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കും. ഇത് ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാകാം, പക്ഷേ ചിലപ്പോൾ ഇൻസെക്യൂരിറ്റിയുടെ ലക്ഷണവുമാകാം. ദുര്യോധനൻ ഒരു പ്രധാന വാക്കുപയോഗിക്കുന്നു, നായക. സൈന്യത്തിന്റെ ശക്തി സൈനികരുടെ എണ്ണത്തിലല്ല, അവരുടെ നേതാക്കളുടെ ഗുണത്തിലാണ്. ഇന്നും അതുതന്നെ. ഒരു സ്കൂളിന്റെ വിജയം അധ്യാപകരിലാണ്. ഒരു കമ്പനിയുടെ വിജയം അതിന്റെ നേതൃത്വത്തിലാണ്. ഒരു കുടുംബത്തിന്റെ വിജയം കുടുംബാംഗങ്ങളുടെ മൂല്യത്തിലാണ്. പലരും കരുതുന്നു പദവി കിട്ടിയാൽ നേതാവാകാം. പക്ഷേ ഭഗവത്ഗീത പറയുന്നത് പദവി മാത്രം ഒരാളെ നേതാവാക്കില്ല, നേതൃത്വ ഗുണങ്ങളാണ് ഒരാളെ നേതാവാക്കുന്നത്. ഒരു യഥാർത്ഥ നേതാവ് പ്രചോദകനാണ്, സംരക്ഷകനാണ്, വഴികാട്ടിയാണ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നയാളാണ്. ദുര്യോധനൻ തന്റെ സൈന്യത്തിലെ നായകരെ കുറിച്ച് പറയുമ്പോൾ തന്റെ മനസ്സിനെയും സ്വയം ആശ്വസിപ്പിക്കുകയാണ്. ഞങ്ങൾക്കും ശക്തരായ ആളുകളുണ്ട്. പലപ്പോഴും നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ, ഭാവിയെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ നമ്മുടെ ശക്തികളെ നാം ഓർക്കണം. ഒരു വിദ്യാർത്ഥി പരീക്ഷയെ പേടിക്കുന്നു. അവൻ ചിന്തിക്കുന്നു, എനിക്ക് ജയിക്കാൻ കഴിയുമോ? എനിക്കൊന്നും അറിയാതെ വരുമോ? പക്ഷേ അവൻ ഓർമ്മിക്കണം, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കഴിയും. ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങുമ്പോൾ ഒരു നല്ല മാനേജർ ആദ്യം ചെയ്യുന്നത് ടീമിന്റെ ശക്തികളെ തിരിച്ചറിയുക. അതുകൊണ്ടാണ് മികച്ച ടീമുകൾ വിജയിക്കുന്നത്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങളെക്കാൾ നിങ്ങളുടെ ശക്തികളെ നോക്കൂ. പലരും ദുർബലതകളിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ വിജയിക്കുന്നവർ അവരുടെ ശക്തികളിൽ ശ്രദ്ധിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എനിക്ക് കഴിവില്ല, ഞാൻ പിന്നിലാണ്? എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിലും ശക്തമായ നായകർ ഉണ്ട്. അനുഭവങ്ങൾ, കഴിവുകൾ, വിശ്വാസം, പരിശ്രമം, ഇവയാണ് ഓരോരുത്തരുടെയും ഉള്ളിലെ സൈന്യം. ഇന്നത്തെ ഗീത ചലഞ്ച്: ഒരു പേപ്പർ എടുക്കുക, എന്റെ 5 ശക്തികൾ എന്നെഴുതുക. ഉദാഹരണത്തിന് ക്ഷമ, കഠിനാധ്വാനം, സത്യസന്ധത, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ്, ആത്മവിശ്വാസം. ഓരോ ശക്തിക്കു മുന്നിലും എഴുതുക, ഇത് ഞാൻ എങ്ങനെ കൂടുതൽ വികസിപ്പിക്കും, അതിനായുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തി ചെയ്യുക. ദുര്യോധനൻ യുദ്ധഭൂമിയിൽ ഒരു കാര്യം മനസ്സിലാക്കി, ശക്തിയുണ്ടെന്നറിയുന്നതും ഒരു ശക്തി തന്നെയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ശക്തികളെ ഓർമ്മിക്കുന്ന നിമിഷം നിങ്ങളിൽ ആത്മവിശ്വാസം വളരും. ഹേ കൃഷ്ണ, ഞങ്ങളുടെ ദുർബലതകളിലല്ല, ഞങ്ങളുടെ ശക്തികളിൽ ശ്രദ്ധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ല നേതാക്കളാകാനും നല്ല മനുഷ്യരാകാനും ധർമ്മത്തിന്റെ വഴിയിൽ നടക്കാനും അനുഗ്രഹിക്കണമേ. ഹരി ഓം തത്സത്. നമസ്തേ.